നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ യുഡിഎഫിനും ലീഗിനും മുന്നറിയിപ്പുമായി സമസ്ത. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ എത്തിയില്ല. ഉദ്ഘാടനത്തിന് ശേഷം അനുഗ്രഹ പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളടക്കം ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. അവരെ അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ് എന്നുള്ളതാണ്. അവർ നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ട് ഒക്കെ പിത്തന ഉണ്ടാക്കും എന്നുള്ളതാണ്. അവരെ കൂട്ടിപ്പിടിച്ചാൽ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ UDF സഹകരണം സംബന്ധിച്ച നിലപാട് അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കുകയാണ്. അവർ മതരാഷ്ട്രവാദികൾ, അടുപ്പിക്കാൻ പറ്റാത്തവർ. ഇനി നിലപാട് മാറ്റിയെന്നാണെങ്കിൽ അവരുടെ സ്ഥാപകൻ അബുൽ അലാ മൗദൂദിയെ തന്നെ തള്ളിപ്പറഞ്ഞവർ, വിലാസമില്ലാത്തവർ. മത നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ ഒരു സംഘടനയാണ് സംഘടന എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ സ്ഥാപകൻ അബുൽ അലാ മൗദൂദിയാണ്. അദ്ദേഹത്തെ തന്നെ ഇവർ തള്ളിപ്പറഞ്ഞിപ്പം. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനം തന്നെ അല്ലല്ലോ, ആ പ്രസ്ഥാനത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന പുസ്തക പ്രകാശനത്തിന് ശേഷമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത ഈ പരിപാടിയിൽ നിന്ന് ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്ന ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ വിട്ടുനിന്നതും ശ്രദ്ധേയമായി. അസൗകര്യമുള്ളതുകൊണ്ടാണ് വരാതിരുന്നത് എന്നാണ് അബ്ബാസ് അലി തങ്ങളുടെ വിശദീകരണം. PK കുഞ്ഞാലിക്കുട്ടിയും സമസ്തയ്ക്കുള്ളിലെ ലീഗ് പക്ഷക്കാരും അടക്കം ചടങ്ങിൽ പങ്കെടുത്തില്ല. സമസ്ത മുസ്ലിം ലീഗിനോട് അകലുന്നുവെന്ന പ്രചാരണം അടുത്ത കാലത്തായി ശക്തമാകുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ അസാന്നിധ്യം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദ നിലപാട് വിട്ടെങ്കിൽ അത് പറയേണ്ടത് പ്രതിപക്ഷ നേതാവല്ലെന്ന് KT ജലീൽ പറഞ്ഞു. മനംമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മതരാഷ്ട്രവാദം പറഞ്ഞ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ പിൻവലിച്ച് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം മാപ്പ് പറയണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. അവരുടെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇവയിലൊക്കെ തന്നെ മതരാഷ്ട്രവാദമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പിൻവലിച്ച് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി മാപ്പ് പറഞ്ഞാൽ മാത്രമേ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന VD സതീശന്റെ വാദത്തിനെതിരെ ഇന്നലെ കാന്തപുരം വിഭാഗവും പ്രതികരിച്ചിരുന്നു. സതീശന്റെ വാദം അപകടകരമെന്നാണ് സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി പ്രതികരിച്ചത്. ഇപ്പോൾ UDF ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തെ തുറന്നെതിർത്ത് സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം കൂടിയെത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന നിലമ്പൂരിൽ ഇക്കാര്യം പ്രധാന രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. തിരുവനന്തപുരം, നിലമ്പൂർ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.